ജപ്പാനിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജൂലൈ ആഗസ്റ്റ് എന്നീ മാസങ്ങളിൽ നിങ്ങൾ ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹനാബി എന്ന് വിശേഷിക്കപ്പെടുന്ന ജപ്പാനിൻ്റെ ട്രഡീഷണൽ സമ്മർ ഫയർ വർക്ക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഹനാബി സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ ഹനാബി കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഹനാബിക്ക് ഒരു ചരിത്രമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ട്രഡീഷണൽ സമ്മർ ഡ്രസ്സായ യുക്കാത്ത ധരിച്ച് കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി നദീതീരങ്ങളിലും പാർക്കുകളിലൊക്കെ ഇരുന്നിട്ട് ഈ ഒരു വെടിക്കെട്ട് ആസ്വദിക്കാറുണ്ട്. ഹന എന്നാൽ പൂവ്, ബി എന്നാൽ തീയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയുടെ പൂക്കൾ എന്നാണ് ഈ ഒരു ഹനാബി എന്ന വാക്കിനെ അർത്ഥമാക്കുന്നത്. രാത്രി 8 മണിക്ക് ഹനാബി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 8 മണിക്ക് തന്നെ ഇവിടെ എത്തി 8:45 വരെയൊക്കെ ഹനാബി നീണ്ടു പോകാറുണ്ട്. ഒരുപാട് ജപ്പാനികൾ ഇങ്ങനെ ഒഴുകി വരാറുണ്ട് ഈ ഒരു ഹനാബി കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാൻ വരെ ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മൾ ദൂരെ വണ്ടി വെച്ചിട്ട് ഒരുപാട് നടക്കേണ്ടി വന്നു. ഏകദേശം 1733 കാലഘട്ടത്തിൽ രോഗബാധയും ക്ഷാമവും മൂലം മരിച്ചവരെ അനുസ്മരിക്കാനും സമാധാനത്തിനും പ്രാർത്ഥിക്കാനുമാണ് ഈ ഒരു ഹനാബി പ്രദർശനങ്ങൾ ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നുണ്ട്. പിന്നീട് അതൊരു സമ്മർ വേനൽക്കാല പാരമ്പര്യമായിട്ട് ഇവർ ആചരിക്കാനും തുടങ്ങി. ചില തിരക്ക് പിടിച്ച ഹനാബി സ്പോട്ടുകളിൽ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഇരിക്കാൻ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് 2-4 മണിക്കൂർ മുമ്പേ വരെ ആൾക്കാർ എത്തിത്തുടങ്ങാറുണ്ട്. ട്രെയിനുകൾ ആ സമയത്ത് വളരെ തിരക്കായിരിക്കും. പരിപാടി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മടങ്ങുന്നത് കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് പറയപ്പെടുന്നു. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ള കാഴ്ചയും ആംബിയൻസും ഒക്കെയാണ് ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഹനാബി എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ചില ഹനാബി ഫെസ്റ്റുകളിൽ 10,000 മുതൽ 30,000-ൽ കൂടുതൽ വരെ വെടിക്കെട്ടുകൾ പൊട്ടിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. മഴയോ ശക്തമായ കാറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഹനാബി ഫെസ്റ്റിവൽസ് ഒക്കെ മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റ് നീണ്ടുപോയ ഒരു ഹനാബി ആയിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ ഹനാബിയുടെ അടുത്ത് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി.